എറണാകുളത്തെ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ കേസിലാണ് RTO ജേഴ്സനെതിരെ നടപടിയുണ്ടായത്. ജേഴ്സൺ വകുപ്പിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയെന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ വിധേയമായ സസ്പെൻഷൻ. ഉദ്യോഗസ്ഥനെതിരായ മറ്റ് ആരോപണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എറണാകുളം RTO ഓഫീസിൽ നടന്നിരുന്നത് കൊടിയ അഴിമതിയാണെന്നും വിജിലൻസ് കണ്ടെത്തലുണ്ട്. കീഴുദ്യോഗസ്ഥരെ കൊണ്ട് RTO പണപ്പിരിവ് നടത്തിയിരുന്നു എന്നാണ് പുതിയ വിവരം. അതേസമയം ജേഴ്സനെതിരെ പണമിടപാടിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. ബിസിനസ്സിൽ പങ്കാളിത്തം ചേർന്ന് 75 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 3 മാസമൊക്കെ നമുക്ക് നല്ല ടേംസിലാകുമ്പോൾ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ അയാളുടെ അധികാരം യൂസ് ചെയ്ത് എന്നെ പയ്യെ ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫോണിലുള്ള CCTV ക്യാമറ എല്ലാം അയാൾ കട്ട് ചെയ്തു. ഉമ്മാനെ യൂസ് ചെയ്ത് കള്ള കേസ് കൊടുക്കും. നമുക്ക് പേടിയാവും. കാരണം അയാളൊരു അധികാരത്തിരിക്കുന്ന ഒരാളാണ്, വലിയൊരു RTO ആണ്. വിജിലൻസ് കസ്റ്റഡിയിൽ നൽകിയ ജേഴ്സനെയും ഏജന്റുമാരെയും വിശദമായി ചോദ്യം ചെയ്ത് അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച വരെയാണ് RTO ജേഴ്സന്റെയും ഏജന്റുമാരായ രാമപ്പടിയാർ, സജി എന്നിവരുടെ വിജിലൻസ് കസ്റ്റഡി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി.